السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه والتابعين أما بعد. ബഹുമാനികളെ, സ്നേഹജനങ്ങളെ, പരിശുദ്ധ റമദാൻ സുഹൃതങ്ങൾ, നന്മകൾ ധാരാളമായി ചെയ്യാനുള്ള അവസരമാണല്ലോ. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇനി റമദാനിൽ ബാക്കിയുള്ളൂ. ഈ വർഷത്തെ റമദാനിൽ ആ സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നത്തെ രാത്രി പ്രത്യേകതയുള്ള രാത്രിയാണല്ലോ. 25-ാം രാവ് ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവ്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത നാം പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാളും ഗുണമായ രാവ് എന്ന്. 1000 മാസം എന്നത് ഏകദേശം 54 വർഷം. ഈ 84 വർഷം ആരാധന ചെയ്ത പോരിശ ഒരൊറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. ഏകദേശം 84 വർഷത്തിന്റെ പോരിശയുള്ള ഒരു രാവ് എന്നല്ല, അതിനേക്കാൾ ഖൈർ എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ ഖൈർ എന്ന് പറയുമ്പോൾ അതെത്രയായിരിക്കും? അതിൻ്റെ പരിധി നിശ്ചയിക്കാനാവില്ല. അള്ളാഹു ആണല്ലോ പറഞ്ഞത്. അപ്പൊ 84 അല്ല, അതിലേറെ 10,000-കണക്കിൽ, ലക്ഷക്കണക്കിൽ കൊല്ലങ്ങൾ ആരാധന ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടിയേക്കാം. അതിന് സാധ്യതയുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സുഹൃതങ്ങളിൽ ഏറ്റവും ഉന്നതമായ ആരാധന നിസ്കാരമാണല്ലോ. ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കാരത്തിലെ ഫർദ് നിസ്കാരം മറ്റെല്ലാ ഫർദിനേക്കാളും ഉന്നതമായ ശ്രേഷ്ഠമായ ഫർദാണ്. നിസ്കാരത്തിലെ സുന്നത്തായ നിസ്കാരം മറ്റെല്ലാ സുന്നത്തിനേക്കാളും ശ്രേഷ്ഠമായ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ ഒഴിവാക്കിയാൽ അതിന് ശിക്ഷയില്ല, അത് ചെയ്താലോ കൂലിയും ധാരാളമായി കിട്ടും. ഫർദ് നിർബന്ധമാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കിയാൽ ശിക്ഷയുമുണ്ട്. അപ്പോ ഫർദിന്റെ കൂടെ സുന്നത്തായ കാര്യങ്ങൾ കൂടി എടുക്കുമ്പോൾ അള്ളാഹുവിന് ഏറെ പ്രിയമുണ്ടാവും, ഇഷ്ടമുണ്ടാവും, അവനിലേക്ക് അടുക്കാൻ കഴിയും, അവന്റെ സാമീപ്യം സിദ്ധിക്കാൻ കഴിയും. അതാണ് ഹദീസ് ഷരീഫ് നമ്മെ പഠിപ്പിക്കുന്നത്. സുന്നത്തായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തു വരും. അങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടും. അവനെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകമായ ശക്തി ഞാൻ കൊടുക്കും. ഹറാമിൽ നിന്ന് ഓരോ അവയവങ്ങളും മാറി നിൽക്കും. അങ്ങനെ നന്മയിൽ മാത്രം മുഴുകിയവനായിത്തീരും. അവൻ എന്നോട് ചോദിച്ചാൽ വൈൻ സഅലനീല ഉഅ്തിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ നിശ്ചയമായും അവനക്ക് ഞാൻ കൊടുക്കും. വൈനിസ്തആദനി, അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ ലഉഈദന്നഹു, ഞാൻ അവനക്ക് കാവൽ കൊടുക്കും. അപ്പൊ ഫർദിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഫർദ് ചെയ്യുന്നതിനോടൊപ്പം ധാരാളമായി സുന്നത്തുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കും. റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പും ചെയ്യുന്ന സുന്നത്തായ നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. ആ റവാത്തിബ് സുന്നത്തുകളിലൂടെ ഫർദ് നിസ്കാരത്തിൽ നമുക്ക് സംഭവിച്ചു പോയേക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടും, കുറവുകൾ നികത്തപ്പെടും. അതുപോലെ വല്ലപ്പോഴും നമുക്ക് നിസ്കാരം ഒഴിഞ്ഞു പോയെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ നാം മറന്നുപോയെങ്കിൽ അതിനൊക്കെ പരിഹാരമാകും. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു തആല നാം ചെയ്ത റവാത്തിബ് സുന്നത്തുകളിൽ നിന്ന് അതിലേക്ക് എടുത്തു വെച്ച് പരിഹരിക്കും. അതോടൊപ്പം തന്നെ വലിയ മഹത്വം അല്ലാഹു റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നതിലൂടെ അവന്റെ അടിമക്ക് കൊടുക്കുന്നുണ്ട്. ദിനേന 12 റക്അത്ത് പതിവാക്കി പോന്നാൽ
സ്വർഗത്തിൽ പ്രത്യേകമായ വീട് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമ, യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ ഇസ്നത്തൈ അശ്റ റക്അ, അല്ലാഹുവിനിക്ക് വേണ്ടി ഓരോ ദിനവും 12 റക്അത്ത് നിസ്കരിക്കുന്നു. തതവ്വുഅൻ, സുന്നത്തായ നിസ്കാരങ്ങൾ, ഗൈറൽ ഫരീള, നിർബന്ധമായതല്ലാതെ സുന്നത്തായിക്കൊണ്ട് 12 റക്അത്ത് ഓരോ ദിനവും മുസ്ലിമായ അടിമ നിസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല പ്രത്യേകമായ ഭവനം നിർമ്മിക്കുന്നതാണ് എന്ന് ഹദീസ് ശരീഫിലുണ്ട്. 12 റക്അത്ത്. റവാത്തിബ് സുന്നത്തുകളിൽ മുഅക്കദായ സുന്നത്തുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ 10 എണ്ണമാണ്. അതേതൊക്കെയാണ്? ളുഹറിന് മുമ്പ് 2, അതിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഇങ്ങനെ 10 ഏറ്റവും മുഅക്കദായ സുന്നത്ത്, പ്രധാനപ്പെട്ട സുന്നത്തുകൾ. ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് 12 റക്അത്ത് എന്നാണ്. അത് വിശദീകരിക്കുന്നുണ്ട് ഹദീസിൽ തന്നെ. ഏതാണ്ട് 12 റക്അത്ത്. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്. മുഅക്കദായ സുന്നത്ത് 2, പക്ഷെ ഇവിടെ 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രത്യേകമായ ഭവനമുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിലെണ്ണിയിരിക്കുന്നത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹർ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്, പിന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് പതിവായി നിസ്കരിച്ചു പോരുന്നവർക്ക് സ്വർഗീയ ലോകത്ത് അല്ലാഹു തആല പ്രത്യേക ഭവനം നിർമ്മിക്കും. സഹിഹായ ഹദീസാണ്. അപ്പൊ ഇതിലും വലിയ മഹത്വം മറ്റെന്തു വേണം? നമുക്ക് സ്വർഗം കിട്ടുകയാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക റവാത്തിബുകൾക്ക് പ്രത്യേകമായ പോരിശുകൾ വേറെയും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്തും ളുഹർ നിസ്കാരത്തിന്റെ ശേഷം 4 റക്അത്തും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നിത്യമായി ചെയ്തു പോന്നാൽ നരകം അല്ലാഹു തആല കാക്കുമെന്നുണ്ട് ഹദീസിൽ. മൻ ഹാഫദ അല 4 റക്അത്തിൻ ഖബല അദ്ദുഹരി വ 4 ബഅദഹാ അർറമഹുല്ലാഹു അലന്നാർ. 4 റക്അത്ത് ളുഹറിന്റെ മുമ്പ്, 4 റക്അത്ത് ളുഹറിന്റെ ശേഷവും നിസ്കരിച്ച് പതിവാക്കി പോന്നാൽ അല്ലാഹു തആല നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ കാക്കുമെന്ന് ഹദീസ് ശരീഫിൽ കാണാം. അതുപോലെ തന്നെ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സകലത്തിനേക്കാളും, ദുനിയാവും അതിലുള്ള സകലവും അതിനേക്കാളെല്ലാം പോരിശയാക്കപ്പെട്ട് ഗുണമായതാണ് 2 റക്അത്ത് നിസ്കാരം, ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതിന് വലിയ പ്രത്യേകത ഉണ്ട്. ആ സുന്നത്തായ നിസ്കാരത്തിൽ, ഫജ്റിന്റെ മുമ്പുള്ള, സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്തായ നിസ്കാരത്തിൽ ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തുമാണ്. അതോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിൽ ഓതുന്നതിനോടൊപ്പം ആ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും, 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് ഓതുന്നതിനോടുകൂടെ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന ആ സൂറത്തും ഓതി വന്നാൽ അതുകൊണ്ട് ഒരുപാട് മഹത്വം ലഭിക്കും. രോഗമുക്തി ഉണ്ടാവും. പ്രത്യേകിച്ച് ബവാസിർ, ഫൈൽസ് രോഗത്തിന് ശമനമുണ്ടാവും. അത് മാത്രമല്ല, അന്നേ ദിനം അവനക്ക് വേദനാജനകമായ ഒന്നും വിഷമമുള്ള ഒന്നും സംഭവിക്കുകയില്ല അവന്റെ ജീവിതത്തിൽ. അതുമാത്രമോ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ശത്രുക്കളുടെ ശല്യം ഉണ്ടാവുകയില്ല, അപകടങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് കാവലുണ്ടാകുമെന്ന്. അപ്പൊ ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത്, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ അതിലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും അലം നശ്റഹ് എന്ന സൂറത്തും 1-ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം
രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്തും അതോടൊപ്പം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി വന്നാൽ ഈ പ്രത്യേകതകളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്. ഹദീസിൽ കാണാം റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബ്ല അൽ അസ്രി 4 അസർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവനിക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന്. മഗ്രിബിന്റെ ശേഷം 2 റക്അത്തുണ്ട്. അവൻ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് അല്ലിയീനിൽ ചേർക്കപ്പെടും, എഴുതപ്പെടും. ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ ഇശാക്ക് ശേഷം 2 റക്അത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 2 റക്അത്ത് ഇശാക്ക് ശേഷം ഞാൻ നിസ്കരിച്ചു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ മുഅക്കദായ സുന്നത്തല്ലെങ്കിലും മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇശാ നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ബൈന കുല്ലി അദാനൈനി സ്വലാഹ്, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടക്ക്, ഏതൊരു ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് സുന്നത്തായ നിസ്കാരമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഗ്രിബിന്റെ മുമ്പ് വളരെ ലഘുവായ നിലക്ക് 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. ഇശാ നിസ്കാരത്തിന്റെ മുമ്പും 2 റക്അത്ത് നിസ്കാരമുണ്ട്. ഇങ്ങനെ റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കി വന്നാൽ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതിലെ ഏറ്റവും വലിയ മഹത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമുക്ക് അധിവസിക്കാം എന്നുള്ളത്. നാളെ പരലോകത്ത് മുത്തുനബിയോടൊപ്പം താമസിക്കാൻ കഴിയും ധാരാളമായി സുന്നത്തുകൾ നിസ്കരിക്കുന്നുവെങ്കിൽ. നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ അതുപോലെയുള്ള മറ്റു സുന്നത്തുകളും ഒക്കെ നിസ്കരിച്ച് ധാരാളമായി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിക്കാൻ കഴിയും. റബിയ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാമല്ലോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോട് കൂടെ സഹവസിക്കണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഫഅന്നി അലാ ദാലിക ബികത്റത്തി സുജൂദ്, ധാരാളമായി സുജൂദ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണം. ഞാൻ നിനക്ക് നീ ചോദിച്ചത് തരാം, പക്ഷെ നീ എന്നെ സഹായിക്കണം ധാരാളമായി സുജൂദ് ചെയ്തിട്ട്, അതായത് ധാരാളമായി നിസ്കാരം നിർവഹിച്ചിട്ട് എന്ന് റബിയ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായല്ലോ. അതുപോലെ തന്നെ ധാരാളമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പദവികൾ ധാരാളമായി ഉയർത്തും, പാപങ്ങൾ പൊറുക്കും. ഓരോ സുജൂദിനും ധാരാളമായി സുജൂദ് ചെയ്യുമ്പോൾ ഓരോ സുജൂദ് കൊണ്ടും പദവി ഉയരുകയും ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസ്റത്തി സുജൂദ്, നീ ധാരാളമായി നിസ്കരിക്കണം, ധാരാളമായി സുജൂദ് ചെയ്യണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു തആല നിന്റെ പദവി ഉയർത്തും. വഹത്ത അൻക ബിഹാ ഖതിഅ, അല്ലാഹു തആല ആ ഒരു സുജൂദ് കൊണ്ട് ദോഷങ്ങൾ പൊറുക്കുകയും ചെയ്യും. ഇതൊക്കെ ഇതിന്റെ മഹത്തായ പോരിശകളാണ് ധാരാളമായി നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കാനുള്ളത്. നേരത്തെ നാം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഒരു പുണ്യം അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുമെന്നത്. സ്വഹീഹ ഹദീസിൽ പറഞ്ഞതാണ്, സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കും, അവന്റെ ഇഷ്ടദാസന്മാരിൽ പെടും. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകമായി ശ്രദ്ധിക്കുക, റവാത്തിബ് സുന്നത്തുകൾ, മുഅക്കദും അല്ലാത്തതുമായ റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ മറ്റു സുന്നത്തായ നിസ്കാരങ്ങളും നിസ്കരിക്കുക. നമുക്കത് നാം മനസ്സ് വെച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം അല്ലാഹു തആല നൽകുന്നതാണ്. ഒരിക്കലും വിട്ടുപോകരുത്. റമദാനിൽ മാത്രമല്ല, റമദാനിൽ നിന്ന് നാം റമദാൻ കഴിഞ്ഞു പോയാലും മറ്റെല്ലാ മാസങ്ങളിലും നാം ഇത് പതിവാക്കി കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഒരു 12 റക്അത്ത് നിസ്കാരം നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ അല്ലാഹു തആല വീട് നിർമ്മിച്ചു നൽകുമെന്ന്. 12 റക്അത്ത് നിർബന്ധമായും നാം മുറുകെ പിടിക്കണം. അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.